നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഇത്രയും മോശപ്പെട്ട ഒരു ഇമേജാണ് ഈ രീതിയിൽ ഫോട്ടോ എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടോ എത്ര നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുമ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഇമേജസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണം. പ്രത്യേകിച്ച് ഈ ആമസോണിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റത്തെ ഇമേജിന് നല്ല, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് വേണം ഈ ആമസോണിൻ്റെ ഫസ്റ്റത്തെ ഫ്രണ്ട് ഇമേജായിട്ട്, മെയിൻ ഇമേജായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു, ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റൊക്കെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യേണ്ട, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എഐൻ്റെ ജെമിനി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ സാധാരണ ഒരു ഫോട്ടോനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്ലാരിറ്റിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുത്ത് മാറ്റാനായിട്ട് പറ്റും. ഏത് രീതിയിൽ വെറുതെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഫോട്ടോ എടുത്തേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വളരെ നല്ല രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ജെമിനിയിൽ എടുക്കുക, ഇതിനകത്ത് പ്രോ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇമേജ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിയേറ്റ് ഇമേജ്, പിന്നെ നമ്മളെ പ്രോംപ്റ്റ് ഇവിടെ നമ്മൾ കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഇത്രയും മോശപ്പെട്ട ഒരു ഇമേജാണ് ഈ രീതിയിൽ ഫോട്ടോ എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടോ എത്ര ക്ലാരിറ്റിയിലെ സാധനം വന്നിട്ടുള്ളതെന്ന് ഉണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഇമേജിനെയും ഈ രീതിയിൽ വളരെ ആമസോണിനൊക്കെ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോംപ്റ്റ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ പ്രോംപ്റ്റ് നിന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അയച്ചു തരാം.